പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ IT ആക്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, സ്പെഷ്യൽ ടോപ്പിക്കിൽ IT ആക്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിലെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. കാരണം IT ആക്ടിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് IT ആക്ടിൽ അടിച്ച് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന സൈബർ നിയമമാണ് നമ്മുടെ IT ആക്ട്. ഇന്ത്യയിൽ IT ആക്ട് പാസ്സാക്കിയതെന്നാണ് 2000 ജൂൺ 9 IT ആക്ട് 2000 നിലവിൽ വന്നതെന്നായിരുന്നു 2000 ഒക്ടോബർ 17. അപ്പോൾ ആ ഒരു IT ആക്ട് 2000 എന്തൊക്കെയുണ്ടായിരുന്നു? 13 ചാപ്റ്ററുകളും 94 സെക്ഷനുകളും 4 പട്ടികകളും ഉണ്ടായിരുന്നു. IT ആക്ട് 2008 എന്ത് ചെയ്തു, ഭേദഗതി ചെയ്തു. IT ആക്ട് ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2008 ഡിസംബർ 23. എന്നാൽ IT ആക്ട് ഭേദഗതി നിയമം 2008 പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ്, അത് 2009 ഫെബ്രുവരി 5. അപ്പോൾ ഈ ഒരു ഭേദഗതി ചെയ്ത IT ആക്ട് എന്നായിരിക്കും നിലവിൽ വന്നത്? അത് 2009 ഒക്ടോബർ 27. IT ആക്ട് ഭേദഗതി ചെയ്തപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നതിനെക്കാട്ടി എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഈ 14 ചാപ്റ്ററുകളായി 124 സെക്ഷനുകളായി, പിന്നെ 2 പട്ടികകളും ആയിട്ട് മാറി. ഓക്കെ, സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെസിജ്വൽ പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരത്തിലാണ്. അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നത് എന്താണ്? സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് നമ്മുടെ സിംഗപ്പൂർ എന്ന് പറയുന്നത്. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അത് കഴിഞ്ഞ് എന്താണ്, സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ CERT എന്നാണ് പറയുന്നത്, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറയുന്നു. 2004 ഈ ഒരു CERT എന്ത് ചെയ്തത്, നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ പറഞ്ഞത്. പിന്നെന്താണ്, IT ആക്ടിലെ പ്രധാന വകുപ്പുകളാണ്. സെക്ഷൻ 43 എന്ത് പറയുന്നു? പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സിസ്റ്റം. അറിയാമല്ലോ, കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയുടെ കേടുപാടുകൾക്കുള്ള പിഴയും നഷ്ടപരിഹാരത്തെയും കുറിച്ചാണ് സെക്ഷൻ 43 പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ സെക്ഷൻ 43A പറഞ്ഞു. എന്താണ്? കോമ്പൻസേഷൻ ഫോർ ഫെയിലിയർ ടു പ്രൊട്ടക്ട് ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയാണ് സെക്ഷൻ 43A പറയുന്നത്. അത് കഴിഞ്ഞ് സെക്ഷൻ 65 പറഞ്ഞു. എന്താണ്? കമ്പ്യൂട്ടർ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 65 പറഞ്ഞത്. ശിക്ഷ എന്തായിരുന്നു? 3 വർഷം തടവ്, 2 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും കിട്ടും. കോഗ്നൈസബിളുമാണ്, ബെയിലബിളുമാണ്. അത് കഴിഞ്ഞ് സെക്ഷൻ 66 പറഞ്ഞു. എന്താണ് 66നെ കുറിച്ച് പറഞ്ഞത്? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അതിൽ ഹാക്കിങ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കി മാറ്റിയത് 2008 ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മുടെ ഹാക്കിങ്ങിനൊക്കെ വരുന്നത് സെക്ഷൻ 66 പറഞ്ഞു. അപ്പോൾ സെക്ഷൻ 66 പ്രകാരം ശിക്ഷ കിട്ടുന്ന എന്താണ്? 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ രണ്ടും കിട്ടാം. കോഗ്നൈസബിളുമാണ്, അതേപോലെ തന്നെ ബെയിലബിളുമാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് സെക്ഷൻ 66B ആണ്. 66B എന്ന് പറയുമ്പോൾ എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ്. നമ്മൾ ഡൽഹിയിലെ ചോർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, സെക്ഷൻ 66B. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മോഷണ വസ്തു നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായിട്ട് ലഭിക്കും. ഓക്കെ, കോഗ്നൈസബിളുമാണ്, ബെയിലബിളുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് സെക്ഷൻ 66C ആണ്, സ്വത്വാപഹരണം അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഫോർ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അപ്പോൾ അതിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. മുകളിലതേ ശിക്ഷയാണ്. അതെന്താണ്? കോഗ്നൈസബിളുമാണ്, ബെയിലബിളുമാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ്? 66D ആണ്. എന്താണ്? ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സ് മുഖേന വ്യക്തിപരമായിട്ട് നമ്മൾ കോൾ വഴിയോ അങ്ങനെയുള്ള രീതിയിൽ ആൾക്കാരെ വഞ്ചിക്കുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 66D പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തുക എന്ന് സെക്ഷൻ 66D പറയുന്നത്. അപ്പോൾ ആൾമാറാട്ടം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൻ 66D പ്രകാരം 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 66D മുകളിൽ പറഞ്ഞ 2 സെക്ഷൻസും എന്താണ്? ഒരേ ശിക്ഷയാണ് പറയുന്നത്. ഇതെല്ലാം കോഗ്നൈസബിളുമാണ്, ബെയിലബിളുമാണ്. അടുത്ത് പറഞ്ഞ എന്താണ്? സെക്ഷൻ 66E ആണ്. പണിഷ്മെൻറ്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി.
ഒരാളുടെ സ്വകാര്യതയെ അപഹരിക്കുക, ഇതൊക്കെ സെക്ഷൻ 66E ആണ്. എന്ന് പറയുമ്പോൾ ഒരാളുടെ സ്വകാര്യ ചിത്രങ്ങൾ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ചിത്രങ്ങൾ എടുത്തിട്ട് അയാളുടെ സമ്മതമില്ലാതെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്ഷൻ 66E വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 66E പ്രകാരം ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷയായിട്ട് കിട്ടും. അതേപോലെ തന്നെ കോഗ്നൈസബിളുമാണ്, ബെയിലബിളുമാണ്. സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടു എന്നുള്ള ഇതിലാണ്. അത് കഴിഞ്ഞ് സെക്ഷൻ 66F ആണ് പറയുന്നത്. എഫ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈബർ ടെററിസമാണ്. അയാളെ പുറത്തുവിടാൻ പറ്റുമോ? അയാളെ പുറത്തുവിടാൻ പറ്റില്ല. ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷ അയാൾക്ക് കിട്ടും. സെക്ഷൻ 66F നമ്മുടെ സൈബർ ടെററിസത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷ അയാൾക്ക് കിട്ടും. കോഗ്നൈസബിളുമാണ്, നോൺ ബെയിലബിളുമാണ്. മനസ്സിലായല്ലോ? നോൺ ബെയിലബിളാണ്. അടുത്ത സെക്ഷൻ 67 പറഞ്ഞ എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ 67 നമ്മുടെ 66F വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് തുടങ്ങേണ്ടത് സെക്ഷൻ 67 വരെ, 67 തൊട്ടാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. സെക്ഷൻ 67 പറയുന്നത് എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. അശ്ലീല ചിത്രങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ അത് കൈമാറുന്നതിനോ ഉള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. അശ്ലീല ചിത്രങ്ങൾ അറിയാലോ, അങ്ങനെയുള്ള ചിത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റൽ രൂപത്തിൽ ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലേക്ക് കൈമാറുക, അത് പ്രസിദ്ധീകരിക്കുക, അതിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67. ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് ഈ സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന കുറ്റമാണ്. ഈ ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുവഴി നമ്മുടെ അശ്ലീല ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ, നമ്മളെ ഇടയ്ക്ക് നമ്മുടെ രാഷ്മിക മന്ദാനയുടെ ഒരു AI വെച്ചിട്ടുള്ള അവരറിഞ്ഞ കാര്യങ്ങളല്ല, ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിച്ചു, അതെന്ത് ചെയ്തു, അവർ കേസ് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഈ ഇതിൽ വരും. അപ്പോൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ, അങ്ങനെയുള്ള നമ്മളെ ഈ പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ ഫേക്ക് വീഡിയോസ്, അതേപോലെ തന്നെ ഇമേജസ് ഒക്കെ ഇപ്പോൾ AI വെച്ചൊക്കെ നിർമ്മിച്ചിറക്കുന്നുണ്ട്. അങ്ങനെ കേസുകളും ആവുന്നുണ്ട്. അതൊക്കെ ഈ ഒരു സെക്ഷൻ്റെ ഇതിൽ വരും. അപ്പോൾ ശിക്ഷ എന്താണ്? ആദ്യ തവണ ഈ ഒരു ശിക്ഷ ചെയ്യുന്നുവെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യ തവണ ഈ ഒരു ശിക്ഷ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷവും 5 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. പിന്നെയും ഈ കുറ്റം ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്താണ്? 5 വർഷം തടവും 10 ലക്ഷം രൂപയും കിട്ടും. അതേപോലെ തന്നെ നോൺ ബെയിലബിളുമാണ്. ഇതിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു വയ്ക്കാൻ പറ്റും. ശിക്ഷ ആദ്യ തവണ നിങ്ങൾ ഒരു ശിക്ഷ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 3 വർഷം വരെ തടവും അതേപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും കിട്ടും. 3, 5. അത് കഴിഞ്ഞ് പിന്നെയും കുറ്റം ആവർത്തിച്ചാൽ എന്താണ്? 5 വർഷം തടവും പിന്നെ 10 ലക്ഷം രൂപയുമാണ് കിട്ടുന്നത്. 3, 5, 5, 10 ഇങ്ങനെ പഠിച്ചു വെച്ചാൽ അപ്പോൾ സെക്ഷൻ 67 പറയുന്നത് അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ കൈമാറുന്നതിനോ ഉള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67. 67 പ്രകാരം ആദ്യ തവണ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. പിന്നെയും കുറ്റം ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്താണ്? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. അതേപോലെ തന്നെ ഇത് നോൺ ബെയിലബിളുമാണ്. അപ്പോൾ ഇതാണ് 67 പറയുന്നത്. അടുത്ത സെക്ഷൻ 67A. എന്താണ് സെക്ഷൻ 67A പറയുന്നത്? എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട് എക്സെട്രാസ് ഇൻ ഇലക്ട്രോണിക് ഫോം. ഇത് ശ്രദ്ധിക്കേണ്ടത് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവ പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പോൾ നേരത്തെ പറഞ്ഞു അശ്ലീല ചിത്രങ്ങൾ, വീഡിയോ എന്നിവ എന്ത് ചെയ്യുക? ഈ ഒരു പ്രചരണം നടത്തുക. ഇവിടെ എന്താണ്? അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67A. അപ്പോൾ പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക. എന്തുണ്ടായിരിക്കും? സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ടിവിറ്റീസ്, അതൊക്കെ ഇലക്ട്രോണിക് ഫോമിൽ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം, അതാണ് ഈ ഒരു
നമ്മുടെ ഇതിൽ പറയുന്നത്. കഴിഞ്ഞ ഇതുമായിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണും. ഇവിടെ പറയുന്നത് എന്താണ്? അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ കൈമാറുന്നതിനോ ഉള്ള ശിക്ഷ. മനസ്സിലായല്ലോ? പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സ്റ്റൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോമിൽ ഒബ്സ്റ്റൻസ് മെറ്റീരിയൽ പബ്ലിഷ് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ്, പബ്ലിഷ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റിംഗ് ആണ്, ഓഫ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട് എക്സെട്ര. സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട് എന്ത് ചെയ്യുക? ഓർത്ത് ചെയ്യുക. ഓക്കെ, അത് ഇലക്ട്രോണിക് ഫോമിൽ ചെയ്യുന്നതാണ്. അപ്പോൾ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ട് സെക്ഷൻ 67A ആണ്. അപ്പോൾ പോണോഗ്രഫിയെക്കുറിച്ച് പറയുന്ന IT ആക്ട് ഏതാണ്? ഏത് IT ആക്ടാണ്? സെക്ഷൻ 67A ആണ് പോണോഗ്രഫിയെക്കുറിച്ച് പറയുന്ന. 67A പോണോഗ്രഫി. അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പോണോഗ്രഫി എന്നാണ്. അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന എന്താണ്? പോണോഗ്രഫി എന്നാണ്. ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നും കുറേ ആൾക്കാരെ പൊക്കിയിട്ടുണ്ട്. എന്താണ്? ഓപ്പറേഷൻ പി ഹണ്ട് ആണ്. പി ഹണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് നമ്മുടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏത് പദ്ധതിയാണ്? ഓപ്പറേഷൻ പി ഹണ്ട് ആണ്. ഓക്കെ, അടുത്ത്. അപ്പോൾ ഈ ഒരു ശിക്ഷ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ തവണ എന്ത് കിട്ടും? ആദ്യ തവണ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. അപ്പോൾ ആദ്യ തവണ അവൻ ചെയ്യുകയാണെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും, പോണോഗ്രഫി ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ ആവർത്തിച്ച് എന്താണ്? 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. അപ്പോൾ ആദ്യ തവണയാണ് അവനത് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ അവന് കിട്ടും. പിന്നെയും അവൻ 67A പ്രകാരം പോണോഗ്രഫി ആവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 വർഷം തടവും 10 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യും? അവന് പിഴയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞെന്താണ്? സെക്ഷൻ 67A ആണ് പറഞ്ഞത്. പോണോഗ്രഫിയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 67A. ഓക്കെ, മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ പി ഹണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും, 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് കിട്ടുന്നത്. ഇതാണ് സെക്ഷൻ 67A പറയുന്നത്. അടുത്ത് സെക്ഷൻ 67B. അപ്പോൾ എന്താണ് സെക്ഷൻ 67B എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ഡിപ്പിക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട് എക്സെട്രാസ് ഇൻ ഇലക്ട്രോണിക് ഫോം. മനസ്സിലായല്ലോ? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67B. മറന്നുപോകുമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. സെക്ഷൻ 67B. ബി എന്ന് പറയുമ്പോൾ ബോയ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. കുട്ടികൾ, ബോയ്സ്. അപ്പോൾ സെക്ഷൻ 67B പറയുന്നത് എന്താണ്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67B. ചൈൽഡ് പോണോഗ്രഫി നമ്മൾ നേരത്തെ പറഞ്ഞു. സെക്ഷൻ 67A എന്ന് പറയുന്നത് പോണോഗ്രഫിയെക്കുറിച്ചാണ്. സെക്ഷൻ 67B വരുമ്പോൾ എന്താണ്? ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT നിയമത്തിലെ വകുപ്പ് ഏത് വകുപ്പാണ്? അത് നമ്മുടെ സെക്ഷൻ 67B ആണ്. ഓക്കെ, ഇപ്പോൾ ചൈൽഡ് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ഏത് വകുപ്പാണ്? സെക്ഷൻ 67B ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ചൈൽഡ് പോണോഗ്രഫി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ തവണ അവന് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴ കിട്ടും. അപ്പോൾ അവൻ ചൈൽഡ് പോണോഗ്രഫി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആദ്യ തവണ എന്ത് കിട്ടും? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. പിന്നെയും അവൻ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. അപ്പോൾ ആദ്യ തവണ അവൻ എന്ത് ചെയ്യും? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. കുറ്റം ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്താണ്? 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. ഇതിലൊരു നമ്മുടെ IT ആക്ടിൽ ശിക്ഷകൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തൊട്ടടുത്ത 2 നമ്മുടെ സെക്ഷൻസ് തമ്മിലുള്ള ശിക്ഷകൾ സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ജസ്റ്റ് അങ്ങനെ പഠിച്ചു പോയാൽ മതി. വലിയ പാടുള്ള പരിപാടിയല്ല IT ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞത് സെക്ഷൻ 67B ആണ്. ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ചാണ് പറയുന്നത്. അറിയാമല്ലോ എന്താണ് ചൈൽഡ് പോണോഗ്രഫി എന്നൊക്കെ അറിയാം. അപ്പോൾ സെക്ഷൻ 67B പ്രകാരം ആദ്യ തവണ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ഒരാൾക്ക് കിട്ടും. പിന്നെയും അവൻ കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 5 നിന്ന് മാറി 7 വർഷം തടവാവും. അതേപോലെ തന്നെ 10 ലക്ഷം രൂപയും എന്ത് ചെയ്യും? അവന് എന്ത് ചെയ്യും? ശിക്ഷയായിട്ട് കിട്ടും. ഓക്കെ, ഇത് കോഗ്നൈസബിളുമാണ്, നോൺ ബെയിലബിളുമാണ്. ഇതാണ് സെക്ഷൻ 67Bയിൽ പറയുന്നത്.
ഓക്കെ, അടുത്ത് സെക്ഷൻ 72. എന്താണ് സെക്ഷൻ 72 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരാളുടെ സ്വകാര്യത അല്ലെങ്കിൽ ഒരു രഹസ്യാത്മകമായ കാര്യം അതിൻ്റെ ലംഘനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 72. പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി ഏതാണ്? സെക്ഷൻ 72 രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഏത് വകുപ്പാണ്? സെക്ഷൻ 72. ഏതെങ്കിലും സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം, കത്തിടപാടുകൾ, ഇലക്ട്രോണിക് റെക്കോർഡ് എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ സ്വകാര്യ വസ്തുക്കൾ എന്താണ്? കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പേഴ്സണൽ ഡയറി ഒരാളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അയാളുടെ പ്രൈവസിയും അതിലുണ്ട്. പിന്നെ കത്തിടപാടുകൾ, പ്രമാണം, ഇതൊക്കെ ഇലക്ട്രോണിക് റെക്കോർഡ്, ഇതൊക്കെ ഒരാളുടെ കോൺഫിഡൻഷ്യാലിറ്റിയും അതേപോലെ തന്നെ അയാളുടെ പ്രൈവസിയുമുള്ള കാര്യങ്ങളാണ്. ഇത് അയാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. അങ്ങനെ കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 72. ഓക്കെ ആണല്ലോ. അപ്പോൾ സെക്ഷൻ 72 പറയുന്നത് എന്താണ്? പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ഒരാളുടെ സമ്മതമില്ല. ഇത് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം, കത്തിടപാടുകൾ, ഇലക്ട്രോണിക് റെക്കോർഡ് ഇതൊക്കെ വരുന്നത് സെക്ഷൻ 72. ഓക്കെ ആണല്ലോ. അപ്പോൾ സെക്ഷൻ 72 വരുന്നത് രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 72. അതിൽ വരുന്നത് ഇത് കൺഫേം ആയിട്ട് പഠിച്ചു ചെയ്യുക. സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം, കത്തിടപാടുകൾ, ഇലക്ട്രോണിക് റെക്കോർഡ് ഇതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിച്ച് വച്ചിരിക്കുക. ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 72 പ്രകാരം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടും? 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ കിട്ടും, അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷയായിട്ട് കിട്ടും. അപ്പോൾ സെക്ഷൻ 72 പ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടും? 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ രണ്ടും കൂടി എന്ത് ചെയ്യും? ഒരു വ്യക്തിക്ക് ശിക്ഷയായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്ഷൻ 72 കുറിച്ച് പറയുന്നത്. അപ്പോൾ അടുത്ത് പഠിക്കേണ്ട സെക്ഷൻ 77B ആണ്. ഒഫൻസസ് വിത്ത് 3 years ഇംപ്രിസൺ ടു ബി ബെയിലബിൾ. എന്താണ്? 3 വർഷം വരെ തടവ് ശിക്ഷയുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പോൾ സെക്ഷൻ 77B എന്ന് പറയുമ്പോൾ എന്താണ്? 3 വർഷം വരെ തടവ് ശിക്ഷയുള്ള കുറ്റങ്ങൾ എന്താണ്? അതിന് ജാമ്യം ലഭിക്കാവുന്നതാണ് എന്ന് പറയുന്നത് സെക്ഷൻ 77B ആണ്. ഒഫൻസസ് വിത്ത് 3 years ഇംപ്രിസൺ ടു ബി ബെയിലബിൾ. മനസ്സിലായല്ലോ. 3 വർഷം വരെ തടവ് ശിക്ഷയുള്ള കുറ്റങ്ങൾ എന്താണ്? അവയ്ക്ക് ജാമ്യം ലഭിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഏത് സെക്ഷനിൽ? സെക്ഷൻ 77B പറയുന്നത്. 3 വർഷം വരെ തടവ് ശിക്ഷയുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 77B. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ 77B ഇത്രയേ ഉള്ളൂ. ഒഫൻസസ് വിത്ത് 3 years ഇംപ്രിസൺമെൻറ്റ് ടു ബി ബെയിലബിൾ. അത് കഴിഞ്ഞ് എന്താണ്? ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രാമാണ്യത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ്. ഏത് വകുപ്പാണ്? സെക്ഷൻ 3 ആണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്കത് പറഞ്ഞു പോകാം. ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രാമാണ്യത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 3. ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 5 ആണ്. സർക്കാരിൻ്റെയും സർക്കാർ ഏജൻസികളുടെയും സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെയും ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെയും ഉപയോഗത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ്. ഏത് വകുപ്പാണ്? സെക്ഷൻ 6 ആണ്. അപ്പോൾ സർക്കാരിൻ്റെയും സർക്കാർ ഏജൻസികളുടെയും സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെയും ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെയും ഉപയോഗത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 6 ആണ്. ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 7. ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനെ സംബന്ധിക്കുന്ന വകുപ്പ് സെക്ഷൻ 7. കൺട്രോളറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നിയമനം സംബന്ധിച്ച വകുപ്പ് ഏതാണ്? സെക്ഷൻ 17 ആണ്. അപ്പോൾ കൺട്രോളറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നിയമനം സംബന്ധിച്ച വകുപ്പ് ഏതാണ്? സെക്ഷൻ 17. കൺട്രോളറുടെ ചുമതലകളെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 18 ആണ്. അപ്പോൾ കൺട്രോളറുടെ ചുമതലകളെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 18. വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികളെ തിരിച്ചറിയാനുള്ള മാർഗരേഖകൾ
ഏത് വകുപ്പിലാണ്? സെക്ഷൻ 19. അപ്പോൾ വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികളെ തിരിച്ചറിയുവാനുള്ള മാർഗ്ഗരേഖകളെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 19. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ IT ആക്ടിൽ നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകളെന്ന് പറയുന്നത്. ഈ പോയിന്റുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. നമുക്ക് പഠിക്കേണ്ടത് മെയിൻ പോയിന്റിൽ ഈ 77B വരെയാണ്. ബാക്കിയും ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക. നമ്മുടെ PSC എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 67 തൊട്ടാണ് തുടങ്ങിയത്. 67 പറയുന്നത് എന്താണ്? അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ കൈമാറുന്നതിനോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 67 ആണ്. ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് ഈ ഒരു 67ൻ്റെ പരിധിയിൽപ്പെടുന്നു. ആദ്യ തവണ അവന് 3 വർഷം തടവും 5 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. അവൻ പിന്നെയും കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും അവന് കിട്ടും. അത് കഴിഞ്ഞ് പറഞ്ഞത് സെക്ഷൻ 67A ആണ്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 67A ആണ്. 67A എന്ന് പറയുമ്പോൾ പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയാലോ എന്താണെന്ന്. ഓക്കെ, അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനായിട്ട് കൊണ്ടുവന്നതാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഈ ഒരു 67A പ്രകാരം അവൻ ആദ്യ തവണ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. പിന്നെയും അവൻ കുറ്റം ആവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും അവന് കിട്ടും. അത് കഴിഞ്ഞ് പറഞ്ഞ സെക്ഷനാണ് സെക്ഷൻ 67B. ബി എന്ന് പറയുമ്പോൾ ബോയ്സ്, എന്താണ്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 67B. ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ 67B. സെക്ഷൻ 67B പ്രകാരം ആദ്യ തവണ അവൻ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. പിന്നെയും ആവർത്തിച്ച് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും. അത് കഴിഞ്ഞ് പറഞ്ഞ വകുപ്പ് ഏതാണ്? സെക്ഷൻ 72 ആണ്. രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 72. എന്തെങ്കിലും സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം, ഇതൊക്കെ വരുന്നത് നമ്മുടെ 72 ആണ്. ഇതൊക്കെ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശം വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം, കത്തിടപാടുകൾ, ഒരു വ്യക്തിയുടെ ഈ കാര്യങ്ങളൊക്കെ അയാളുടെ സമ്മതമില്ലാതെ ഒരാൾ കൈവശം വരുത്തുകയാണെങ്കിൽ സെക്ഷൻ 72 പ്രകാരം അയാൾക്ക് ശിക്ഷ ലഭിക്കും. എന്ത് ശിക്ഷ ലഭിക്കും? 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കിട്ടും. ഇതാണ് സെക്ഷൻ 72 പ്രകാരം ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞ ഏതാണ്? സെക്ഷൻ 77B ആണ്. 3 വർഷം വരെയുള്ള തടവ് ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം ലഭിക്കാവുന്നതാണ് എന്നാണ് സെക്ഷൻ 77B പറയുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞത് കുറച്ച് സെക്ഷൻസ് ആണ്. എന്താണ്? ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ പ്രാമാണ്യം സെക്ഷൻ 3. ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നത് സെക്ഷൻ 5. സർക്കാരിൻ്റെയും സർക്കാർ ഏജൻസികളുടെയും സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെയും ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെയും ഉപയോഗത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 6. ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് സെക്ഷൻ 7. കൺട്രോളറുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും നിയമനം സെക്ഷൻ 17. കൺട്രോളറുടെ ചുമതലകളെക്കുറിച്ച് പറഞ്ഞു സെക്ഷൻ 18. വിദേശ സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റികളെ തിരിച്ചറിയുവാനുള്ള മാർഗ്ഗരേഖകളെക്കുറിച്ച് പറഞ്ഞു. എത്രയാണ്? സെക്ഷൻ 19. അപ്പോൾ ഇത്രയാണ് നമുക്ക് IT ആക്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു നമ്മുടെ ടോപ്പിക്ക് IT ആക്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു തീർത്തു. ഇനി എന്താണ്? ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ്, അതേപോലെ തന്നെ MCQ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ.